പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും മാധ്യസ്ഥ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും സമർപ്പിക്കുക. കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണർച്ചാനുള്ള ഉറക്കമില്ല. അവനുമായി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ സമയമാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നാണ് കർത്താവ് ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ പേര്. അനുദിനമുള്ള അതിന് വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള അനുഗ്രഹം നേടുന്ന പ്രാർത്ഥനയാണ്. എല്ലാ ശിരസ് നമിച്ചും അവിടെ നിയോഗങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും നിങ്ങൾ ഇന്ന് പോകുന്ന ഇടങ്ങൾ ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ പോലും ദൈവ പൈതലാണെന്ന് നീയെങ്കിൽ ദൈവത്തെ നട തിരികെത്തിച്ച് പ്രാർത്ഥിച്ച്, ഈശോ അങ്ങയുടെ ദേവാലയത്തിലേക്ക് ഞാൻ അപ്പം മുറിക്കാൻ വേണ്ടി അങ്ങയുടെ തിരുശരീരത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ്. എനിക്ക് ഇതിനെതിരെ നിൽക്കുന്ന എല്ലാവിധ എന്നെ ഇതിൽ നിന്ന് അലട്ടുകയും അകറ്റുകയും അശ്രദ്ധ ഉണ്ടാക്കുകയും പരവിചാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും എന്നിൽ നിന്ന് മാറ്റണമേ. എനിക്ക് പരവിചാരം കൂടാതെ നിന്നെ സ്നേഹിച്ച് നിൻ്റെ അപ്പം മുറുക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അഭിഷേകം നൽകണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, അന്ന് ബലിപീഠം സൃഷ്ടിച്ച കാലത്ത് അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ അവനെ വീണ്ടെടുക്കുക, അവൻ്റെ പതനത്തിന് ശേഷം അവനെ വീണ്ടെടുക്കാനുള്ളൊരു ഉപാധിയായിട്ട് നീ കണ്ടെത്തിയതാണ് ബലിപീഠവും. അതർപ്പിക്കപ്പെട്ടുള്ള ബലി വസ്തുക്കളിലൂടെ കർത്താവെ, നീയും ഞങ്ങളും തമ്മിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ചരട്, ഒരു വഴി അങ്ങ് തുറന്നു തന്നു. അങ്ങയെ കണ്ടെത്താനും അങ്ങയെ ആശ്രയിക്കാനും അങ്ങനെ അവലംബം വെക്കാനും അങ്ങ് എടുത്ത നിയോഗവും അങ്ങ് എടുത്ത നിബന്ധനയാണ് പ്രാർത്ഥന. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ദേവാലയം പോലും നീ സൃഷ്ടിച്ചത് അങ്ങയുടെ തിരുസന്നിധിയിൽ നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സൊളമൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളത് ഓർക്കുന്നു. കർത്താവ്, ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ കഴിയണത് തന്നെ എന്തോരം അനുഗ്രഹമാണ് ഈശോയെ. ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ കർത്താവ്, ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്, വിശുദ്ധ കൃപമായി പങ്കെടുക്കാൻ പോകുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവിടെ പ്രാർത്ഥനകളെല്ലാം നീ ഏറ്റെടുക്കുകയും അവരെല്ലാം നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, നിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം
അനുഗ്രഹത്തിൻ്റെ വലതുകരം ആ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കുന്ന അതേ രക്തത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ മോചിക്കട്ടെ. എല്ലാ പാപങ്ങളും മോചിക്കുന്ന കർത്താവിൻ്റെ അതേ രക്തത്താൽ എല്ലാ ഭാരങ്ങളിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും മോചിക്കട്ടെ. നിൻ്റെ ഉത്കണ്ഠകൾ ഉൾപ്പെടുന്ന വ്യക്തികൾ ഉൾക്കൊള്ളപ്പെടുന്ന സാഹചര്യങ്ങൾ എല്ലാം യേശുക്രിസ്തു നാമത്തിൽ നിഷ്പ്രഭമാവുകയും കർത്താവിൻ്റെ കൃപയിൽ നീ അഭിഷിക്തമാവുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വശക്തനും നീക്കാമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, കടന്നു പോകുന്ന വസ്തുക്കൾ, ചെയ്യാനിരിക്കുന്ന ജോലികൾ, ഹോംവർക്കുകൾ, എഴുതുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പേന കൊണ്ട് എഴുതുന്നുവോ ആ വസ്തുക്കളെല്ലാം, ആ രേഖകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന റെക്കോർഡാകാം. ചിലപ്പോൾ പ്രമാണത്തിൻ്റെ കോപ്പികൾ വായിക്കുന്നതാകാം, ചിലപ്പോൾ വസ്തു തീരെഴുതി കൊടുക്കുന്നതാകാം, വാങ്ങിക്കുന്നതാകാം, കർത്താവ് വാടക ചീട്ട് എഴുതുന്നതാകാം. കർത്താവ് ഞങ്ങൾ അതിൽ എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഇടപെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് നിൻ്റെ കൃപയുണ്ടാകണമേ. കണ്ടുമുട്ടുന്ന വ്യക്തികൾ, വിനിമയം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട നമ്മൾ വായിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 26:41. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അതായത് നമ്മുടെ എല്ലാ തകർച്ചകളും ഏതോ ഒരു വികരമായ നിമിഷത്തിൽ നമ്മൾ എടുത്ത തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞു, ഏത് നശിച്ച നിമിഷത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് എന്നറിയത്തില്ല. അതാണ് പ്രശ്നം. ഈ പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ്, അറിയാമല്ലോ. അതായത് പ്രാർത്ഥനയെ നിങ്ങൾ ഒരു കാരണവശാലും ചെറിയ കാര്യമായി കാണരുത്. നിങ്ങളിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? കുടുംബത്തിലെ പണികളെല്ലാം കൂട്ടി ഭക്ഷണമെല്ലാം കഴിച്ച് വേസ്റ്റ് ടൈമാണ് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 12 കൊന്തൊക്കെ ജപമാലയ്ക്ക് ചെല്ലണവരാണ് ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകരെല്ലാവരും. എന്നിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപ അത് പോരെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവരും ഉയർത്തുന്നവരും നിൽക്കുന്നവരും ജീവിതത്തിൽ ഇടപെടുന്നവരും നാനാവിധ വിഷയങ്ങളൊക്കെ അപ്പടി ജീവിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് ഒരു ജപമാല കൊണ്ട് രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആത്മാവിന് ബലം കുറഞ്ഞു പോയതിൻ്റെ കാരണം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ്. പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം കണ്ടെത്തും, ഒരു സമയം, അത് വേസ്റ്റ് ടൈമാണ് കണ്ടെത്തുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ റിക്രിയേഷൻ, നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ ഒരു വേസ്റ്റ് ടൈമാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ മെയിൻ ടൈമിലേക്ക് പ്രാർത്ഥന കൊണ്ടുവരണം. മെയിൻ ടൈമിലേക്ക്, അതിൻ്റെ പ്രൈം ടൈം എന്നൊക്കെ ടി വിക്കാർ പറയണില്ലേ? പ്രൈം ടൈം എന്നുവെച്ചാൽ എല്ലാ പ്രേക്ഷകരും, ഇപ്പോൾ കൃപാസനത്തിൻ്റെ പ്രൈം ടൈം ഏതാ? ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൃപാസനത്തിന് യൂട്യൂബിൽ ഉണ്ടാകുന്നത് 7 മണിക്കാണ്, സന്ധ്യയ്ക്ക്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രൈം ടൈമുണ്ട്. ആൾക്കാർ കൃപാസനം നോക്കുന്ന ടൈം ഉണ്ടല്ലേ, വചനം കേൾക്കുന്ന ടൈം, അതിനോടുകൂടി തന്നെ ചേർന്ന് നിങ്ങൾ ജപമാലയും ചെല്ലണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതൊരു ടൈം അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ദൈവവിചാരം, എല്ലാ വിഷയപ്പോഴും ദൈവവിചാരം, ദൈവത്തെക്കുറിച്ചുള്ള വിചാരം പറ്റുന്ന പോലെ മനസ്സിൽ അറിയാതെ തന്നെ സ്വപ്ന പിതാവ് എന്ന് പറഞ്ഞവരൊക്കെ വന്നുകൊണ്ടിരിക്കണം. ജപമാല രഹസ്യങ്ങളൊക്കെ ജപമാല പോലെ ഇത്ര മനോഹരമായിട്ട് മനുഷ്യൻ്റെ ജീവിതമായിട്ട് സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഏത് അജ്ഞതയുള്ള ആൾക്കാർക്ക് പോലും ദൈവത്തെ ആശ്ലേഷിക്കാൻ പറ്റിയ വലിയ ഏറ്റവും ഷോർട്ട് കട്ടാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാല പ്രാർത്ഥിക്കും വരെ അതെന്താണ് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. കാര്യം എന്താണ്? സങ്കീർത്തനങ്ങളിൽ പോലും ഒരു സബ്ജക്റ്റ് വൈസാണ് കൈകാര്യം ചെയ്യണത്. ജപമാല എങ്ങനെയാണ്? 4 ദിവസങ്ങളിൽ രക്ഷാകരമായ സംഭവം മൊത്തം ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണത്, അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിക്കണ ഒരു രക്ഷയുടെ പ്രാർത്ഥനയാണ് ജപമാല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം ഈ പ്രാർത്ഥന ലളിതമായതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറയണത്. എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. കാര്യം ഉറക്കം വന്നാൽ, ഉറക്കമെന്ന് ബൈബിൾ പറയണത് പ്രാർത്ഥിക്കാത്ത അവസ്ഥയ്ക്കാണല്ല, നിങ്ങൾ തലയുടെ വെച്ചോണ്ട് പോയി ചാച്ചണ സമയമല്ല.
ഉറക്കമെന്ന് ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർച്ചയുള്ളവരാണ്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പകലാണെങ്കിലും ഉറക്കക്കാരാണ്, രാത്രിയാണെങ്കിലും ഉറക്കക്കാരാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 13:25 എടുത്തേ. ആളുകൾ ഉറക്കമായപ്പോൾ രാത്രി എന്നവിടെ പറയണില്ല. ആളുകൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ, ആളുകൾ ഉറക്കമായപ്പോൾ, ആളുകൾ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതിരുന്ന പകൽ സമയമാണെങ്കിൽ എന്ത് സംഭവിച്ചു? അവന്റെ ശത്രു. അപ്പൊ നമുക്ക് ശത്രു തന്നെ എപ്പോഴാണ്? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ്. അതിനാണ് ഉറക്കമായപ്പോൾ എന്ന് പറയുന്നത്. മനുഷ്യൻ ഉറക്കമാകുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്ന വാക്കിനെ ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഉറക്കമായപ്പോൾ എന്നുള്ളത്. ശത്രു എന്ത് ചെയ്തു? ഗോതമ്പിനിടയിൽ, അതായത് സദുദ്ദേശത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ദുരുദ്ദേശം വിതച്ചും പോയി. നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതേ. നിങ്ങളെ മക്കളെ പഠിപ്പിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അവരവിടെ പോയി അതിനടിച്ചിട്ട് വേറെ ഇവിടുത്തെ ഭർത്താവിനെ വഞ്ചിച്ചു, ഭാര്യനെ വഞ്ചിച്ചു അവരവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ന്യൂനപക്ഷമെങ്കിലും ഉണ്ട്. ആ ആളുകൾ ഉറക്കമായി ഇവിടുന്ന് പോയപ്പോൾ അവർ രക്ഷപ്പെട്ടില്ലേ? അവർക്ക് ആരെയും പ്രാർത്ഥിക്കാൻ വിളിക്കാൻ ചോദിക്കാൻ ആരുമില്ല. അവർക്ക് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിക്കും. പ്രാർത്ഥിക്കരുതെന്ന് പറയാനുള്ള കൂട്ടുകാരെ അവിടെയുള്ളൂ. അങ്ങനെ അവർ പ്രാർത്ഥിക്കാതെ ഉറക്കമായപ്പോൾ ശത്രു വന്ന്, കണ്ടവൻ്റെ ഭാര്യ ഇവനെ വന്ന് ലൈനടിച്ച്, ഇവിടെ വന്ന് ലൈനടിച്ച്, തീർന്നില്ലേ? ആൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു, മതിയല്ലോ. അപ്പോൾ നമ്മൾ ഹൈ പറഞ്ഞു, നമ്മൾ ബോറടിച്ചിരിക്കുകയാണ്, നമ്മൾ ഹൈ പറഞ്ഞു. പല ആൾക്കാർ അബദ്ധം പറ്റിക്കുന്ന ഹൈ പറഞ്ഞാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. പിന്നെ കാണത്തില്ലേ ചന്ദ്രന? പിന്നെ നിങ്ങൾ അകപ്പെട്ടില്ലേ? പിന്നെ അവനെ കാണത്തില്ല. അതുകൊണ്ട് ഉറക്കമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥന എല്ലാ സമയവും തന്നെ മനസ്സ് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് ഒരു അഭിഷേകം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ മക്കളുടെ മേൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് രാത്രി ഒന്ന് ഉറക്കമുള്ള അവസ്ഥയെന്ന് നീ പറയുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ജാഗ്രതയുള്ള സമയം. അതുപോലെ പ്രാർത്ഥിക്കുന്നവരുടെ ആ കൊതിയും അനുഗ്രഹവും അവർക്ക് നിലയ്ക്കൊണ്ട് നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും നിൻ്റെ സന്തതമായ സാന്നിധ്യത്തിന് സംരക്ഷണം അനുഭവിക്കാനും അങ്ങനെ മക്കളെ പ്രാർത്ഥന വരത്ത് നിരക്കണമേ. നമുക്കറിയാലോ, നമ്മൾ വചനത്തിൽ നിലനിൽക്കാൻ പറഞ്ഞില്ലേ? 15:7 വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ 15:7 എന്താണ്? വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. വചനം നിവർത്തിയാക്കുമ്പോഴാണ് വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നത്. വചനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവ് നമ്മളിൽ വസിക്കണത്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പറയും, ഈ മുന്തിരിച്ചെടിയും ശാഖയൊക്കെ എപ്പോഴും അച്ഛന്മാർ പറയണതാണ്. പക്ഷേ പറയാനുള്ളത് പറയത്തില്ല. ശാഖ തായ്തടിയാണ്, ശാഖയിലാണ് ഫലം ഉണ്ടാക്കുന്നത്, നമ്മളാണ് ഫലം തരേണ്ടതെന്നൊക്കെ പറയും. എങ്ങനെയാണ് ഈ സംഭവം? ഈ സംഭവം എങ്ങനെയാണ്? എന്ത് സംഭവിച്ചാൽ ആദ്യം ഈശോ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പഠിപ്പിക്കാൻ കഴിയാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലേ നിങ്ങൾക്ക് ഫലം പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് എന്ന് പറയും? നിങ്ങൾ എന്നിൽ വസിക്കും എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്നിൽ വസിക്കുകയും. 15:6 വായിച്ചേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ വസിക്കാത്തവൻ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അതായത് വസിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയാവാ? പൊകിടൻ ക്രിസ്ത്യാനിയാകും. അത് അവിടെ ദൈവം യാതൊരു ദാക്ഷിണ്യവും കാണിക്കണില്ല. ഇനി നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും, കൃപ വറ്റിപ്പോകും. പിന്നെന്ത് ചെയ്യും? പുറത്തോട്ട് എറിഞ്ഞു കളയും. പുറത്തോട്ട് എറിഞ്ഞു കളയുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ദൈവത്തിന് കുറച്ച് സാഡിസം കൂടി കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എറിഞ്ഞു കളഞ്ഞ് ഉണങ്ങിപ്പോയ സാധനത്തിന് തിരക്കി എടുത്തുകൊണ്ട് പോയത് ചുട്ടുകളയെന്ന് പറഞ്ഞിരിക്കണേ. പോരെ? ഇപ്പോൾ ഒറ്റ നടക്ക് പോകത്തില്ല നടത്താം. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം അറിയാതെ ജീവിച്ചാൽ നിനക്ക് വെച്ചിട്ടുണ്ട് മകനെ. ഇത് നിസ്സാരമല്ലേ? ഇത് പറയാൻ സഭ ഇപ്പോൾ പറയണില്ലല്ലോ. സഭയ്ക്ക് എല്ലാ ആൾക്കാർക്ക് ഇക്കിളി കൂട്ടിയിട്ട് കുറേ ചിരിച്ചിപ്പിച്ച് എന്നാൽ പിന്നെ പട്ടപ്പ് കിട്ടേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഒരു സാധനം വടി കൊണ്ട് ആൾക്കാർ പളക്കട കുത്തി കൊടുത്താൽ പോരെ? കർത്താവിൻ്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ അറിയാത്ത പോലെ തലയെ മുണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട് അവറാച്ച. ഒരു മാർഗ്ഗമില്ല എൻ്റെ അകത്ത്. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം, അതായത് എന്താണെന്ന് വിചാരിക്കുക, എൻ്റെ മക്കളെ നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകുന്നതും അല്ല ദൈവത്തിൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ പ്രശ്നം യേശുക്രിസ്തുവിൻ്റെ ചോരയാണ്. അത് ഈ ഭൂമി വീണിരിക്കുകയാണ്. അത് വെറുതെ ആയിപ്പോയാൽ, അവൻ്റെ വചനം കേട്ടിട്ട് അവൻ്റെ ചോരയെ നീ വ്യർത്ഥമാക്കിയാൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ നിനക്കെന്നാ വില ഉള്ളത്? അത് ഉണങ്ങിയ കമ്പ് പോലെ കരിഞ്ഞു പോകും. അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നതാണ്. ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിത്യതയിലായാലും ചെയ്ത് നിൻ്റെ കാര്യം സ്വാഹ. പക്ഷേ മറിച്ചുടനെ ദൈവം പറയും, എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ
എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കണത്? ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് ആൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. മനസ്സിലായില്ലേ? കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോഴുള്ള മിനിമം പരിപാടിയല്ല ഇത്. ഉടമ്പടിയിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റിൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകണത്. ചിലപ്പോൾ ഞാൻ ആചാരപ്പെട്ട് കാണത്തിലിരിക്കും, പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ വചനം സ്വീകരിക്കുകയും അവൻ്റെ വചനം ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓഫ് ദ ബൈ നോ മീൻസ് യുവർ ക്രിസ്ത്യൻ. നീ ആകും മതമൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എന്താ കാര്യം? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ കൃപ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. എന്താ കാര്യം? നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ലഭിക്കാൻ കാര്യം? എന്താണ്? ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലഭിക്കണത്. മനസ്സിലായി? അത് നിങ്ങൾ അറിയണം. അതിൻ്റെ അകത്ത് അതാ വചനത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം വ്യംഗ്യാർത്ഥമുണ്ട്. 15:4 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള സംഭവം ഉടമ്പടിയുടെ നിയോഗമാണ്. ഫലം. ഈ ഫലം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ആത്മീയമാകാം, ശാരീരികമാകാം. ആ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ പാലിച്ച് ജീവിക്കണം. അതാണ് ആൻസർ ചെയ്തിരിക്കണത്. അപ്പോഴെന്ത് പറ്റും? ഞാൻ നിങ്ങളിൽ വസിക്കും. 15:4. അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകണത്. അത് നിത്യത ഫലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ഫലങ്ങളുണ്ട്. എന്താ കാര്യം? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പൊ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തുവും പിതാവും നമ്മൾ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിലായിരിക്കുന്നവര് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ജാഗ്രതയല്ല, എന്തോ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഏകാഗ്രതയാണ് നമുക്ക് ജാഗ്രതയായിട്ട് വരണത്. സൂക്ഷ്മതയെന്ന് പറയുന്നത് ജാഗ്രതയല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ്, അവയർനെസ്സാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉടമ്പടിയിൽ വരുമ്പോൾ രാത്രിയും പകലും സംഭവിക്കും. നമ്മൾക്ക് ഉണർച്ചയുള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം. ഇപ്പോൾ തുടങ്ങിയല്ലത്. നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു 2-3 പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല. ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷ്യം, ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. വിൻസി കോയമ്പത്തൂരാണ്, അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ വിൻസിയുടെ ഒരു പ്രശ്നം, അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഒറ്റമുറി വീട്. ആ വീട്ടിൽ തന്നെ ആ ഒറ്റമുറി തന്നെ ഗ്യാസ്, അപ്പനും അമ്മയും കിടക്കണതും ഈ വിൻസി കിടക്കണതും എല്ലാം ഒരു മുറിയിലാണ്. ഒരു കട്ടില, പിന്നെ ഒരാൾ താഴെ കിടക്കും. അപ്പോൾ അത്രയും ഒതുങ്ങിയ ഒരു ജീവിതമാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും വിൻസി സാക്ഷ്യം പറയണത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത്. പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല, അതൊരവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവർ
അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ നടക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒരു വാഹനം കൊണ്ടാണ്. ഒരു ടെമ്പററി ട്രാവലർ പോലൊരു വാഹനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത്. അപ്പോൾ ലോൺ എടുത്താൽ അടക്കാൻ പറ്റത്തില്ല, ലോൺ ചോദിച്ചാൽ തരത്തുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. ഒരു ഗതിമുട്ടിയ ഒരവസ്ഥയാണ്. ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ, ഏത് വശത്ത് നോക്കിയാലും. അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ്. പത്രം നമ്മൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ്, കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരെ പള്ളി മുറ്റത്തു നിന്ന് എടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും. അതാണ് ഈ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോരണതും കയ്യിൽ കൊടുക്കണതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പള്ളി മുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത്, പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത് നേരിട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതിന് വല്ലാത്ത ഒരു ഇഫക്റ്റാണ് ഉള്ളത്. ആദ്യമേ ഇത്തിരി പാടുണ്ട്, ഇത്തിരി ചമ്മലും ചളിപ്പൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശുരൂപത്തോട്ട് നോക്കിയാൽ മതി. ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ്. ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിൾ ആക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ്. എന്ത് കഷ്ടത ഇനി ലോകത്തുണ്ടായാലും അതെല്ലാം റീഫണ്ടബിളാണെന്ന് പറഞ്ഞു, അതിനെല്ലാം റിവാർഡ് തരുമെന്ന്. അതാണ് പൗലോസ് പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന 8:18 റോമ ലേഖനത്തിലെ എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മഹത്വം ലഭിക്കാനിരിക്കുന്നത്. ആർക്കാണ്? ആ പ്രേക്ഷിത ജോലി ഏറ്റുമേടിച്ചവർക്കും അതുപോലെ കൊടുത്തവർക്കും രണ്ടുപേർക്കും അനുഗ്രഹമാണ്. ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? രണ്ടുപേർക്കാണ് ലഭിക്കുന്നത്, ഒരാൾക്കല്ല. പത്രം കൊടുക്കുന്നവർ, കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ 10,000 മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളിനാണ്. ആദ്യം കൊണ്ട് കൊടുക്കണില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ബെനിഫിറ്റ്സാണുള്ളത്. എന്താണ്? ഒന്ന്, ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ അവരിലൂടെ ഇനി കുറേ അധികം ആൾക്കാർ ദൈവത്തെ അറിയും. അതെല്ലാം കൊടുക്കുന്ന ആളിനകത്ത് പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ആ ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും. പക്ഷേ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത്. കാര്യം പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എന്ത് അച്ഛൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞാലും അതിനൊക്കെ സാധൂകരിക്കുന്ന വലിയ അനുഭവങ്ങൾ ആൾക്കാരെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അടയാളങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ടാകും, അല്ലെങ്കിൽ ആയിരക്കണക്കിനുണ്ടാകും. ഇപ്പോൾ ഈ വിൻസിയുടെ കാര്യം എന്താ? വിൻസി ഇപ്പോൾ നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു പഴുതും കാണുന്നില്ല. ഇപ്പം നിങ്ങളിലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ, കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാം. വളരെ വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. വെർച്വൽ ഉടമ്പടി. നമുക്ക് എന്താ ഉള്ളത്? ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ പിൽഗ്രീം ഉടമ്പടിയുണ്ട്. ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് അതിനെല്ലാം കൺകറൻസായി അമ്മ ചെയ്താൽ മതി. അപ്പോൾ നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ? നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ, നീ ജയിലിൽ കിടക്കുകയാണ്. നിനക്ക് 5 മിനിറ്റേ പുറത്തിറങ്ങാൻ സംഭവിക്കുന്നുള്ളെങ്കിൽ അവിടെയുള്ള കൂട്ടുകാരനോടോ പോലീസുകാരനോടോ വാങ്ങിച്ചൊരു സാധനം ഇങ്ങനൊരു സാധനം ചെയ്താൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ
5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ്. കോവിഡ് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവർ അവർ പറയും, കർത്താവെ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത്, അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. അപ്പോഴതിൻ്റെ അത് സഡനായിട്ടാണ് അതിൻ്റെ കാര്യം. ഒന്നാമത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെരിറ്റ്, പിന്നെ നടത്തിയ ഉപവാസങ്ങൾ, പിന്നെ ജാഗരണ പ്രാർത്ഥന, പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട്. പീഡാസഹനങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ്. കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം, കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ രോഗങ്ങളും വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം അത് വഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റെ അത് വർക്ക് ചെയ്യണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല. അത് ക്രിസ്തു രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ജീവിതത്തിനൊരു പുണ്യം ഉണ്ടാകണം. അതാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് ചെറുതായിട്ട് തോണ്ടിയ ആൾക്കാർക്ക് മാത്രമേ ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്. ചുമ്മാ കല്ലായിട്ടിരുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പ്രിയ ഷൈജുവിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായി. പ്രിയ ഷൈജു വെർച്വൽ ഉടമ്പടിയുടെ ആളാണ്. വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് ആൾക്കാരെടുക്കണത് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് എടുക്കുന്ന സംഭവമാണ്. അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ വെർച്വൽ ഉടമ്പടി കണ്ടുപിടിച്ചത്. അതായത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിക്കും, ഈശോയോട് പറഞ്ഞ് പരിഹരിക്കും. അതെനിക്ക് കുറച്ച് പരാധീനതകളും പോരായ്മകളും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നിൽക്കും. അതാണല്ല, മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിഷയം എന്ന് പറയണത് മര്യാദയ്ക്ക് ഉടമ്പടി ഒരു ബൈബിൾ ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡാണ്. മര്യാദയ്ക്ക് ബൈബിൾ ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലെസ്സിങ് തുടങ്ങും. പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയൻ സ്പേസ് എന്ന് പറയുന്നത്. അതിന് അവിടെയാണ് മരിയൻ സ്പേസ്. നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ട്, കുഴപ്പത്തിലാണ്, നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാവും. അതാണ് നമ്മൾ രക്ഷപ്പെടണത്. ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം പിന്നിൽ അമ്മയുടെ ജാമ്യമാണ്. അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും. കാര്യം വെച്ചാൽ നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിനക്ക് സ്വന്തം കാലം നിൽക്കും. കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്നൊരു കാലമുണ്ട് ഉടമ്പടിയിൽ. ആ അമ്മയുടെ പോലും സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്നൊരു കാലം ഉണ്ടാവും. ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. സാന്നിധ്യവും സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവേ ഞങ്ങളെ വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോഴേ ഈ പ്രിയ ഷൈജു അവൾക്ക് പെട്ടെന്ന് ഈ ഡിസ്ക് ബൾജാവും. ഇങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്, അത്യാവശ്യം ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ്. നിങ്ങൾക്കറിയാം, നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകിടം പറയും. അപ്പനുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്, ചെറിയ ജോലികളുമുണ്ട്, അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾജാവും, നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. ഈ ഡിസ്കും വെച്ചോണ്ട്, ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ബെൽറ്റ് ഇട്ട് വിടും. പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല, പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്.
കാര്യം ഈ അമ്മ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അവൾ പഠിക്കുന്ന കുട്ടിയാണ്. അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് അകന്നുപോയി, നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വന്ന്. അപ്പം മകൾ ചോദിക്കും, ഇത്രയും കണ്ട അമ്മ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും, അമ്മ നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച്, അല്ലെങ്കിൽ നമ്മളല്ല, അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അവക്കെ അത് ടാലി ആകണില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണേ എന്തിനാ? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അമ്മയുടെ ക്ലേശം മാറണില്ല. പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല. അവൾ കൊച്ചല്ലത്, പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല. അപ്പോൾ ഞാനും വലുതാകുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ? അതാണ് പ്രശ്നം. വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ? ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടുവ് കൂടി പോകണമെന്നാണ് അവൾ ചോദിക്കുന്നത്. ഞാനും കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണത്. അപ്പോൾ ഈ അമ്മ മകളോട് പറയും, മോളെ അതേ നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും. അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എന്നിട്ട് അവൾ ഈ കറ കളഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളതാണ്, ഇത് പണയം വെക്കാൻ പോണോ വിൽക്കാൻ പോണോ എന്നുള്ള അവൾ ചിന്തിക്കണത്. ഇനി നമ്മൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതിനകത്ത് നമുക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നടുവിലല്ല. ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ്. അവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാകും, നമ്മൾ സ്വർണ്ണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞെടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത്. അമ്മയ്ക്ക് ഒരേ സാധനം തന്നെ, ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായില്ല. ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയണത്. ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി, വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൃപ വേണം. കൃപയ്ക്ക് ബൈബിൾ പറയണത് ആകർഷണമെന്നാണ്. നിങ്ങൾക്കൊരു ആകർഷണമില്ലേ? ഇപ്പം അതായത് നമുക്ക് നോക്കാം, അതായത് യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ വരെ വണ്ടി കയറി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നാളെ പോകാം, മറ്റന്നാൾ പോകാം, മഴക്കാലം മാറട്ടെ, അങ്ങനെ പല ഇടാകൂടങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോഴും ചില ആൾക്കാർ ഒന്നും മാറ്റി വെക്കാതെ കണ്ണും പൂട്ടി വരും. ഇതാണ് ആകർഷണം എന്ന് പറയുന്നത്. ഇവിടെ ഇടില്ലേ? അതെന്താ പറയുക? അത് 6:44 ഒരു യോഹന്നാൻ 6:44 എടുത്തേ. എന്നെ അയച്ച പിതാവ്, ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഈ ആകർഷിപ്പിന് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആകർഷിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഈ ആകർഷിപ്പിനെയാണ് പ്രഥമ കൃപയെന്ന് പറയുന്നത്, ബേസിക് ഗ്രേസ് എന്ന് പറയുന്നതിനാണ്. ഈ ബേസിക് ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ബേസിക്സ് ഇല്ലേ? ഒരു വീട് കെട്ടണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ ഗ്രേസ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ്. വൺസ് നിങ്ങൾ ആകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി, എന്താ അടിത്തറയായി. ഇനി കെട്ടിപ്പൊക്കണത് മാതാവ് കെട്ടിപ്പൊക്കിക്കൊള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 1/3 ഫൗണ്ടേഷൻ പോകും ചില സമയത്ത്. അതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടം വരെ എത്തിവിടുമ്പോൾ തന്നെ 33% ഗ്രേസായി, 33% കാര്യങ്ങൾ തീരുമാനമായി. അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം, പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ. ആകർഷിക്കുന്നതിനോട് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ.